ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അതെ, ഇവിടെ ടാസ്ക് ആവേ റിഫ്ലഷ് ചെയ്യാമോ? ഹലോ ഗൈസ്, ഞങ്ങളിന്ന് വാഗമണിലൊരു ഹിഡൻ സ്പോട്ട് തപ്പി പോവാണ്. ഞങ്ങളാദ്യമേ വാഗമൺ ടൗണിലാണ് എത്തിയത്. ടൗണിലെത്തിയിട്ട് ഒരു 100 മീറ്റർ മാറി ലെഫ്റ്റിൽ താഴേക്ക് ഒരു വഴി എടുത്ത്, അത് ശരിക്കും കൈതപ്പതാൽ പോകുന്ന റൂട്ടാണ്. ആ റൂട്ട് മുകളിലേക്ക് വരപ്പം വീണ്ടും ലെഫ്റ്റിലേക്ക് മുകളിലേക്ക് ഒരു മണ്ണിട്ട റോഡാണ്. അവിടെ ടാറൊന്നും ഇട്ടിട്ടില്ല, മണ്ണിട്ട റോഡ്. ആ റോഡ് നേരെ കയറി മുകളിലേക്ക് വരപ്പം ഒരു അടിപൊളി വ്യൂ പോയിന്റ് കാണാൻ പറ്റും. ഞങ്ങളെ ഞെട്ടിച്ചത് ശരിക്കും വ്യൂ പോയിന്റ് ഒന്നും അല്ല കേട്ടോ. ഞങ്ങളവിടെ വന്നപ്പോൾ ഒരു അടിപൊളി വെള്ളച്ചാട്ടം കണ്ട്. വെള്ളച്ചാട്ടം കണ്ട ഉടനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, കളിയ അവിടെ പോയാലും കളിയാ പോവാടാ പോവാം. പിന്നീട് ഞങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കാൻ നിന്നില്ല. വേണ്ടുന്ന സാധനങ്ങളെല്ലാം കയ്യിലെടുത്തിട്ട് ബാക്കിയെല്ലാം വണ്ടിയിൽ വെച്ച് ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് വിട്ടു. ചുമ്മാ എക്സ്പ്രസ് എടുത്ത് വെക്കണം അല്ലേ? ഒരു കമ്പെങ്കിലും ഓടിച്ച് കൈ വയ്ക്കും, അല്ല പാമ്പൊക്കെ കിടന്നാൽ പോലും അറിയത്തില്ല. ഞങ്ങൾ ശരിക്കും വെള്ളച്ചാട്ടം കണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ കാണുന്ന സ്പോട്ടിൽ നിന്നാണ്. അപ്പോൾ അവിടെ ആൾക്കാരും വണ്ടികളൊക്കെ ഉണ്ട്, അവരൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. കഴിച്ച് ഞങ്ങൾ ഏകദേശമൊക്കെ ഒരു അടുത്തായിട്ടൊക്കെ എത്തി. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. സ്ലിപ്പായി വീഴാൻ ചാൻസ് ഉണ്ട്. ഗൈസ്, എല്ലാ തവണ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് വിട്ട് ഞാനിങ്ങനെ തെന്നി വീഴുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോഴെല്ലാം ഈ തെണ്ടി കൊണ്ടുണ്ടായിരുന്നു. നിങ്ങൾ വാ, ഞാൻ ഇവിടെ ഉണ്ട്. സുഭാഷ് പോയാലൊന്നും പോലെ വന്നേ, ഇവിടുന്ന് വഴി തീരുമെന്ന് തോന്നുന്നു. ഏടിയാ ബാ. പിന്നെ നമ്മളിങ്ങനെ ട്രക്ക് ചെയ്തൊക്കെ പോകുന്ന ടൈമിലൊരു വടി കയ്യിൽ കയറുന്നത് എപ്പോഴും സേഫാണ്. എന്തൊരു എമർജൻസി, ഇപ്പം എന്തെങ്കിലും ഒരു വൈൽഡ് ആനിമൽ വന്നാലോ അല്ലെങ്കിൽ ഈ ഫ്രണ്ടിൽ കുഴിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുത്തി നോക്കിയിട്ടോ, അല്ലെ സുഭാഷൊക്കെ പോകുന്നതിൻ്റെ കൂട്ട് അങ്ങ് താഴെ പോകും. റിഫ്ലഷ് ചെയ്യാന്നോ? ഗൈസ്, റിഫ്ലഷ് ചെയ്യാം. എടാ, ഇവിടെ ഒരു ടാസ്ക് ആണേ. ഞാൻ വീട് വാ വാ വാ, കുഴപ്പമില്ല വാ. ഗായ്സ്, ഈ സൗണ്ട് കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സിഗ്നൽ കൊടുക്കുന്നതാ. പുറത്തുനിന്ന് ആൾക്കാർ കാത്ത് വീടുന്നു. നന്നായിട്ട് തെറ്റും, ഇവിടെ പണി കിട്ടും. സൂക്ഷിച്ചു. പിന്നെ അങ്ങോട്ട് ഫോൺ മാറ്റി വയ്ക്കാം, നല്ല സ്ലിപ്പറിയാം. ഞാൻ ഇരിക്കാം. സ്ഥലങ്ങളിൽ ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഗൈസ്, ഞങ്ങൾ ഇതുവഴി കയറി ഈ ഒരു സ്പോട്ടിൽ കൂടെ കയറിയിട്ട് ഞങ്ങൾ അതിൻ്റെ മുകളിൽ പോകാൻ പോവാം. അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഒരു വിധത്തിൽ ഇതിൻ്റെ മുകളിലെത്തിയ ഉടനെ പിന്നെ നമ്മുടെ കാലിലും കയ്യിലൊക്കെ അട്ട നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതെല്ലാം പറക്കി കളയലായിരുന്നു നമ്മുടെ പണി.
പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി. വെള്ളത്തിലിറങ്ങി നൈസായിട്ടൊരു കുളിയൊക്കെ കഴിഞ്ഞ് ഫുള്ള് കുറേ നേരം ഞങ്ങളവിടെ വെള്ളത്തിലൊക്കെ നിന്ന് ഫുൾ എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ തിരിച്ച് കയറിയത്. ഇവിടെയൊക്കെ വന്ന് ഇറങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് നല്ല കുഴിയാണ്. സോ അതുകൊണ്ട് നല്ല കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ താഴ്ചയിൽ നല്ല കുഴിയുണ്ട്. അപ്പം അന്ന് ഇതുപോലത്തുള്ള സ്പോട്ടിലൊക്കെ ഇറങ്ങുന്നവർ നോക്കി കണ്ടൊക്കെ ഇറങ്ങുക. കഴിയുന്നത് അവരുടെ സേഫ്റ്റി മസ്റ്റായിട്ട് നോക്കുക. സ്വന്തം സേഫ്റ്റി നോക്കിയിട്ട് അങ്ങനെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യുന്നവർ. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ മേളിൽ കയറി കഴിഞ്ഞ് കുറേ ദൂരം വന്നു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ മേലായിരുന്നു. പിന്നെ ഞങ്ങളുടെ കയ്യിലൊരു മെയിൻ സാധനം ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ പുറത്തെടുത്തു. ചൂസ് ചെയ്യ്. മറ്റേ തിരുത്തരി ദേവി ഇതെടുത്തരുത്, അതിൻ്റെ ഇതടിച്ചോളാം ബ്രോ. രണ്ട് റൂട്ടുണ്ട്, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. തിരുത്തിദേവി വഴികാട്ട്. അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ഇതാണ്ട് ഇങ്ങനെ പോയി ആ മല ഇറങ്ങി അതിലേ പോയി വീണ്ടും അവിടെ കയറാൻ. ഒന്നുകൂടി വേണ്ട ഇനി ഇത് മതി. അങ്ങനെ ഗൈസ് ഞങ്ങളുടെ ട്രക്കിംഗ് ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളെന്തായാലും നമ്മുടെ യാത്രകൾ അവസാനിപ്പിക്കുന്നില്ല. അടുത്ത വീഡിയോസുമായിട്ട് നമ്മൾ ഉടനെ വരും. എന്തായാലും ഗൈസ് ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഓക്കെ, ബൈ ബൈ.